ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു മൂവി ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ്. അപ്പോൾ ആ മൂവിയുടെ പേരാണ് ഖലീഫ. അതിൽ അഭിനയിച്ചിട്ടുള്ളത് പൃഥ്വിരാജും പിന്നെ ഇന്ദ്രൻസും പിന്നെ ഷമ്മി തിലകനും പിന്നെ ഗസ്റ്റ് റോളിലായിട്ട് ലാലേട്ടനും ഉണ്ടെന്നാണ് അറിവ്. നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ആ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖാണ്. അപ്പോൾ നമുക്ക് വീഡിയോ റിയാക്ഷനിലോട്ട് പോകാം. അതാ ഇപ്പൊ നല്ല കഥ. ഹവായി കൊള്ളക്കാരന്റെ കഥയെന്ന് അതാ നല്ല കഥ. പൃഥ്വിരാജായിരിക്കും ഹവായി കൊള്ളക്കാരൻ. ഇന്ദ്രൻസ് ആണ് അത് സംസാരിക്കുന്നത്. സ്വർണ്ണാണ് അടുത്ത് കാണിക്കുന്നത് തോന്നുന്നു. പൃഥ്വിരാജ് കലക്കൊന്നു മാരക ഫൈറ്റ്. പൃഥ്വിരാജ് കലക്കി അടിക്കുന്നു. എന്ത് മുട്ടയാ കലക്കി അടിക്കാൻ? കഴിയാത്തൊരു കൊഫെപ്പോസോ പോലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണക്കാരനായ നോട്ടോറിയസ് സ്റ്റാർ സ്മഗ്ലർ. പൃഥ്വിരാജിന്റെ ലുക്ക് മലയാള സിനിമയിൽ രണ്ട് പേർക്കാണ് ഇത്ര ലുക്ക് ഉള്ളത്. ഒന്ന് ദുൽഖർ, ഒന്ന് ഇവൻ നമ്മളെ പൃഥ്വിരാജ്, രാജോട്ടൻ. ഇങ്ങനെയാണ് ഒരു കാര്യം പറയേണ്ടത്. അത് പിന്നെ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ വേറെ കാറ്റഗറി. പക്ഷെ ഇത് ഒരു നമ്മളെ ഹോളിവുഡ് ടച്ചുള്ള രണ്ടുപേര്. എനിക്ക് പൊട്ട കിട്ടണം എന്റെ കൺമുമ്പിൽ. പൊട്ടിച്ച പൊന്നുമായിട്ട് വരുന്ന നായ്ക്കളെ എന്റർടൈൻ ചെയ്തിരുന്ന നമുക്കിടയിൽ ഉണ്ടായിരുന്ന പൊതുനിയമം. ഷമ്മി തലകയും വില്ലനായിരിക്കും. ഇവൻ അങ്ങ് വിദേശത്തുള്ള ആളും പൃഥ്വിരാജ് അവര് സ്റ്റാഫ് ഫാദറല്ലേ ഇരിക്കണേ. ഈ നമ്മളെ ഇവൻ ഇവിടത്തെ നേതാവ്, എന്തോ പാർട്ടി നേതാവ് പോലെ അങ്ങനെയൊന്നും തോന്നുന്നു. ആലി എന്താ ഉള്ളില്ല? പൊട്ടിക്കാൻ പോവാ. പൊട്ടിക്കാൻ ബോംബ്. ഈ ട്യൂൺ എവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. കലമ്പല കലമ്പല കലപ്പാലി. പാട്ട് പാടി തൊലിഞ്ഞ പാട്ടൊന്നുമല്ല അത്. ഇതിലുള്ള തന്നെ നേരത്തെ വന്നത്, ആദ്യം വന്ന ടീച്ചറിലുള്ള. ഞാൻ വിചാരിച്ചു തന്നെ ഇതിലുള്ള തന്നെ. പക്ഷെ അവ എന്തോ പൊട്ടിക്കാൻ നിൽക്കുകയാണ്. ഡെലിവറി ഉണ്ടല്ലേ എന്റെ മോനെ. പ്രത്യേക കടത്തി ലാസ്റ്റ് എവിടെയോ പോയി ഒറ്റടുത്ത് നിൽക്കുകയാണ്. അങ്ങോട്ടും പോകാൻ പറ്റാതെ ഇങ്ങോട്ടും പോകാൻ പറ്റാതെ. അതാണ് അച്ഛൻ പറയണത്. മസൽ പിടി അതിൽ അച്ഛൻ, അവന്റെ അച്ഛൻ എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഇവ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് എവിടെ പോയി നിൽക്കുകയാണ്. അവര് ഗ്യാങ്ങാ, ഒരു ഗ്യാങ് ആണ് ഇവര്. വേറെ ലെവല്. ഫുള്ളും വെട്ടും കുത്തും ഇടിയാണ്. ഗോൾഡ് ഒന്നും ഉണ്ടല്ലേ ഫുള്ളും കടത്തി ലാസ്റ്റ് ഇവിടെ പോയി കുടുങ്ങി നിൽക്കുന്നു. പോലീസിന്റെ കയ്യിൽ മറ്റേ ഒറ്റി കൊടുത്താൽ നക്കാപ്പിച്ച്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. അതിനുള്ളിൽ നിങ്ങൾ ഇന്നലെ പൊട്ടിച്ച എന്റെ പൊന്നൊരു പണവിട കുറയാതെ അവരുടെ കൈ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഈട അടുത്തത് പൊട്ടും. ഭീഷണിയൊന്നുമല്ല സാറേ. ഉമ്മാണ് ഞാൻ ചെയ്യും. ഉമ്മനെ കൊണ്ട് സത്യം ഇട്ടു അപ്പൊ പൊട്ടിക്കാതെ ഈ ഓണം തൂക്കും. ഈ ഫൈറ്റ് ഒന്നേ തൂക്കും അല്ലെങ്കിൽ ഇതേപോലെ പൊട്ടും. അതെന്നാ വർത്താനം ഇടാൻ പറഞ്ഞു പോയി.
ലാലേട്ടനെ പോലെ ആയിരിക്കും. ലാലേട്ടൻ തന്നെ എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ലാലേട്ടൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ അതുകൂടെ വന്ന് അവരെ കൈ മാത്രം മതി ബുക്കിംഗ് അള്ളിക്കാറ്. അതിച്ചിരി കൂടുതലല്ലേ ഏട്ടാ? മാങ്ങാ തൊലി. പക്ഷെ ഒന്നും മനസ്സിലാവണില്ല. ഈ ഗോൾഡ് കടത്തല് മാത്രം തന്നെ മനസ്സിലാവണം. വേറെ എന്താണ് കഥയെന്ന് ഒരു പിടിയില്ല. അതോ ഇത് തന്നെ, ഇത് മാത്രമാണോ കഥ? പക്ഷെ പൃഥ്വിരാജ് ലുക്ക് ഇടി, പിന്നെ ലാസ്റ്റ് മോഹൻലാലിന്റെ കൈ, അതോടെ എയറിൽ കയറും. 5 മിനിറ്റ് വല്ലതും കാണും. ബുക്കിംഗ് അടിച്ച് കയറും. 5 മിനിറ്റോ 10 മിനിറ്റോ. പക്ഷെ അത് എംപുരാന്റെ ലുക്കിൽ നിങ്ങൾ വന്ന് തോന്നേരെ ആ റോളായിരിക്കും. പറയാൻ പറ്റും. ഒരു മോതിരം ഉണ്ടല്ലോ കയ്യില്. എല്ലാ കള്ളന്മാരായോണ്ട് പറയാൻ പറ്റില്ല. എന്തായാലും ലാലേട്ടനും പൃഥ്വിരാജോട്ട് തൂക്കും ഓണം. അങ്ങനല്ലേ? തൂക്കി അടിക്കും. അപ്പൊ നമുക്ക് മൂവി കാണുമ്പോൾ നോക്കാം.